നമസ്കാരം. ജമ്മു കാശ്മീർ നിയമസഭയിൽ വൻ സമര കോലാഹലം. നാഷണൽ കോൺഫറൻസ് ആണ് ഈ സമര കോലാഹലത്തിൽ ഒരു ഭാഗത്ത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇസ്രായേൽ ഉടൻ യുദ്ധം നിർത്തണമെന്നാണ്. ഇറാന്റെ ഭാഗത്താണ് ന്യായം. ഇസ്രായേൽ ഉടൻ നിർത്തണം. ആയത്തുള്ള അലി ഖമേനിയുടെ പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ടാണ് ജമ്മു കാശ്മീർ നിയമസഭയിൽ ഈ രീതിയിലുള്ള ഒരു സമരം നാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത്. മറുഭാഗത്ത് BJP ആണ്. അതൊരു ദേശീയ ആവശ്യമാണ്. ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് BJP പറയുന്നത് അവിടെ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നു. ആ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വരേണ്ടത് ജമ്മു മേഖലയിലാണ്, കശ്മീർ മേഖലയിലല്ല. കാശ്മീരിലെ ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലയിലേക്ക് അവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ ഭാഗം ഒഴുകിപ്പോകുന്നു. ആ ഒരു അടിസ്ഥാനത്തിലാണ് ജമ്മുവിൽ ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വരണം എന്നുള്ള രീതിയിലുള്ളൊരു സമരം BJP അവിടെ ഉന്നയിക്കുന്നത്, ഒരു ആവശ്യം BJP അവിടെ ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിന് തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ രണ്ട് പോർമുഖം, ഇരട്ട പോർമുഖങ്ങളാണ് നിയമസഭയിൽ ഉയർന്നു വരുന്നത്. ഒരു ഭാഗത്ത് ദേശീയ ആവശ്യവും മറുഭാഗത്ത് ഇറാൻ്റെ ആവശ്യവുമായി എത്തിയിരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് ആണ്. അങ്ങനെ ഈ രീതിയിൽ നിയമസഭ കലുഷിതമാകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലയിൽ നിന്നായിട്ട് 18,20,00,000 രൂപയും അടിച്ചുകൊണ്ട് ജിഹാദികൾ എന്ന് സംശയിക്കപ്പെടുന്നവർ മുങ്ങിയത്. ഇതിനുള്ള അനുവാദവും നിയമസഭയുടെ ഭാഗത്ത് തന്നെയാണ് കൊടുത്തത്. ഇവർ കഴിഞ്ഞ 22 ദിവസങ്ങളിലായിട്ട് കാശ്മീരിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നു. ഈ ധനം എന്തായാലും ഇറാനിൽ എത്തിയിട്ടില്ല. അത് ഭീകരവാദികളുടെ കയ്യിലെത്തിയിട്ടുണ്ട്, അതായത് പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പാകിസ്ഥാനിൽ ഇത് എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ വളരെയധികം വലിയ കടക്കെണിയിലാണ്. ഇല്ലതാനും എണ്ണ വാങ്ങാൻ കാശുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇന്ത്യ വളരെ ശക്തമായി, വളരെ നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് ചാനലുകളിലൂടെ ഇന്ത്യക്ക് ആവശ്യമായ LPGയും ഇന്ത്യക്ക് ആവശ്യമായ പെട്രോളും ഈ യുദ്ധ സാഹചര്യത്തിൽ പോലും ഹോർമൂസ് ഇടനാഴിയിൽ കൂടി കൊണ്ടുവരുമ്പോഴാണ് പാകിസ്ഥാന് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുന്നത്. അതോടൊപ്പം ഇന്ത്യ ബംഗ്ലാദേശിനെയും സഹായിക്കുന്നുണ്ട്, ബംഗ്ലാദേശിനെ കൈ അയച്ച് സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ ബംഗ്ലാദേശിനുണ്ടായ ഇന്ത്യ വിരുദ്ധ യുദ്ധമൊന്നും ഇപ്പോൾ ഇല്ല. ഇന്ത്യ വിരുദ്ധമായ ഒരു സാഹചര്യമൊന്നുമില്ല. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള സമരങ്ങളും ഇപ്പോൾ അവിടെയില്ല. ബംഗ്ലാദേശി നാഷണൽ പാർട്ടി ഇന്ത്യയോടൊപ്പം നല്ല സഹകരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയാണ് അവരുടെ സ്വാഭാവികമായിട്ടുള്ള പാർട്ട്ണറെന്നും സ്വാഭാവികമായിട്ടുള്ളൊരു സഖ്യമെന്നും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യ വിചാരിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും തിരിച്ചറിവിൽ നിന്നാണ് ഭാരതത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ബംഗ്ലാദേശ് തയ്യാറായത്. എന്നാൽ പാകിസ്ഥാൻ ആയിക്കോട്ടെ ഈ സാഹചര്യത്തിൽ പോലും ഭാരതത്തിനെതിരെ ഭീകരവാദ ആക്രമണത്തിനാണ് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 5000-ഓളം ലഷ്കർ ഭീകരന്മാരെ അവർ സമാഹരിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ ഒരു രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കൂടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനിലേക്കാണ് ഈ 18,20,00,000 രൂപ എത്തിച്ചേർന്നത് എന്നുള്ള സ്വാഭാവികമായ സംശയമാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് സംശയം എന്നതിനപ്പുറം തന്നെ സ്ഥിരീകരിക്കാത്തൊരു ചില റിപ്പോർട്ടുകൾ കൂടി ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ഈ തുക എത്തിച്ചേർന്നതായിട്ട്, അതായത് ഇറാനിൽ ഈ തുക എന്തായാലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മേഖല കടന്നു പോകുന്നത്. ജമ്മു കാശ്മീരിൽ നിന്ന് 22 ദിവസം എടുത്ത് സമാഹരിച്ച തുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഒരല്പം സഹായം, ഒരു ഉമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സഹായമൊക്കെ എത്തിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ആ തുക ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിലും ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ഇറാന് ചെയ്തു കൊടുക്കുമ്പോൾ ഇറാനിലാണ് ആ തുക എത്തിയത് എന്ന് അറിയണ്ടേ. ഇറാൻ വലിയ ശത്രുവൊന്നുമല്ല ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം. ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള സഹായം, ഭാരതത്തിന് ഹോർമൂസ് വഴി കപ്പലുകൾ കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യം ഇറാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നും ഇറാൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭാരതം മിത്രമാണ് എന്നുള്ള നിലയിലാണ്. ഭാരതത്തിനോടും റഷ്യയോടും ചൈനയോടും ഒന്നും ഇറാൻ കലഹിക്കുന്നില്ല. ഇറാൻ ഹോർമൂസ് ഇടനാഴി അടച്ചിടുന്നുമില്ല. ഭാരതത്തിൻ്റെ കപ്പലുകൾ അതുവഴി യഥാക്രമം എത്തുന്നുമുണ്ട്. ഭാരതത്തിന് വലിയ ഒരു ആശ്വാസമാണ് അത് താനും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ ഭാരതത്തിന് അത്ര വലിയ ശത്രുവൊന്നുമല്ല. പക്ഷേ ഇറാൻ ചെയ്ത ചെയ്തികളെയൊന്നും ഭാരതത്തിന് ന്യായീകരിക്കുവാൻ കഴിയില്ല. കാരണം
ഇസ്രായേലിനെ 2047 അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇറാനാണ്. ഇറാനാണ് ആദ്യമായി ഇസ്രായേലിൻ്റെ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൻ്റെ അടുത്തായിട്ട് ദിമോണയിലേക്ക് ആക്രമണം നടത്തിയത്. അതായത് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൻ്റെ അടുത്തേക്കായി ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ മറ്റു തരത്തിൽ ഈ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഇറാൻ അറിയാമായിരുന്നു. തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേലും തിരിച്ചടിക്കുകയായിരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടക്കുമ്പോൾ ആ ഭാഗത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അവിടുത്തെ ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിനോ അവിടുത്തെ ന്യൂക്ലിയർ പ്രോജക്ട്സുകൾക്കോ ഇടയിലേക്ക് ഈ ഒരു സ്ഫോടനം ചെന്ന് വീണാൽ വലിയ ലീക്കേജ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടുത്തെ ജലസംഭരണികളെ തന്നെ അത് കാര്യമായ രീതിയിൽ ബാധിക്കും. കാരണം ഈ ലീക്കേജ് നേരെ ഇറങ്ങി ചെല്ലുന്നത് സമുദ്രത്തിലേക്കാണ്. സമുദ്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് തന്നെ ഈ അണുവികിരണങ്ങൾ സമുദ്രജലത്തെ ബാധിക്കാനിടയുണ്ട്. അത് പിന്നീട് ശുദ്ധീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും. ഇത് ഇറാനെ മാത്രമല്ല ബാധിക്കുന്നത്, മധ്യേഷ്യയെ കൂടി ബാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇറാൻ ഈ ചെയ്യുന്ന ചെയ്തിയുടെ ഒരു അനന്തര ഫലമായിട്ട് ലോകത്തെ തന്നെ അത് നശിപ്പിക്കുവാൻ വേണ്ടി ഇത് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇറാനെ ഈ ഒരു ചെയ്തിയെ ഒരിക്കലും ഭാരതത്തിന് ന്യായീകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭാരതം വളരെ ന്യൂട്രലായിട്ട് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നതും ഭാരതം ഇറാനെതിരെ ആയിക്കോട്ടെ ഇസ്രായേലിനെതിരെ ആയിക്കോട്ടെ യാതൊന്നും പറയാത്തതും. പക്ഷേ ഇപ്പോൾ ഇറാനെ സഹായിക്കുവാനാണ് ജമ്മു കാശ്മീരിലെ നിയമസഭയിൽ ഹുറിയത്ത് കോൺഫറൻസ്, നാഷണൽ കോൺഫറൻസും ഒക്കെ തയ്യാറാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ അവർക്ക് സഹായിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ ഇറാനാണ് ഈ ഫണ്ട് എത്തിയത് എന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ബാധ്യത അവർക്കുണ്ടായിരുന്നു. കാരണം മുൻകാല ചെയ്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ, മുൻകാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ജിഹാദികളെയാണ്. ജിഹാദികളോട് ഇത്തരത്തിലുള്ളൊരു കരുണയും മമതയും ഈ സമയത്ത് കാണിച്ചാൽ തീർച്ചയായിട്ടും അത് ഒരു പ്രത്യാക്രമണം ആ ഭാഗത്തുനിന്നുണ്ടാകും. അത് രാജ്യത്തിനെതിരെ ആ ധനം വിനിയോഗിക്കുവാനുള്ളൊരു സാഹചര്യം കൊണ്ട്, അതായത് പാകിസ്ഥാനെ ഇപ്പോൾ കൈ അയച്ച് സഹായിക്കുന്ന പക്ഷം അത് ഇന്ത്യക്കെതിരെ തന്നെ ആക്രമണം നീളുവാനുള്ള സാധ്യതയെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ജാഗരൂകമായി ചെയ്യേണ്ടതാണ്. ഈ കാശ് എവിടെയാണ് എത്തിപ്പെട്ടതെന്നുള്ളതിൻ്റെ സമഗ്രമായ അന്വേഷണവും നടക്കേണ്ടതാണ്. അന്വേഷണം നടന്ന് ഇതിനെതിരെയുള്ള കുറ്റക്കാർക്കെതിരെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെ നടപടി എടുക്കേണ്ടതുമാണ്. കാരണം ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.